നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 185 185. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ഇന്ന് ദ്വിതീയ സ്കന്ധത്തിൽ 9-ാം അധ്യായത്തിൽ 23-ാമത്തെ ശ്ലോകമാണ് പറയേണ്ടത്. സൃജാമി തപസൈ വേദം ഗ്രസാമി തപസാ പുനഃ ബിഭർമി തപസാ വിശ്യം വീര്യം മേ ദുശ്ചരം തപാം. സൃജാമി തപസൈ വേദം ഗ്രസാമി തപസാ പുനഃ ബിഭർമി തപസാ വിശ്വം വീര്യം മേ ദുശ്ചരം തപാം. ഈ ലോകത്തെ തപസ്സുകൊണ്ട് തന്നെ ഞാൻ സൃഷ്ടിക്കുന്നു. ഭഗവാൻ തപസ് കൊണ്ടാണ് ഈ ലോകത്തെ സൃഷ്ടിക്കുന്നത്. തപസ് കൊണ്ട് ഞാൻ ഗ്രസിക്കുന്നു. പിന്നെയോ തപസ് കൊണ്ട് ലോകത്തെ ഞാൻ ഭരിക്കുന്നു. എൻ്റെ പരാക്രമം മറ്റാർക്കും ചെയ്യുവാൻ കഴിയാത്തതായ തപസ്സാകുന്നു. ഭഗവാനെ തോൽപ്പിക്കാൻ പറ്റില്ല. അപ്പം എന്താണെന്ന് പറയാം, ഭഗവാന്റെ തപസ് മഹത്തരമാവകാരനാണ്. ഭഗവാൻ ഈക്വലായിട്ട് ആരുമില്ല എന്ന് പറയണത്. ഈ പ്രപഞ്ചത്തെ തപസ് കൊണ്ട് തന്നെ ഞാൻ സൃഷ്ടിക്കുന്നു. ഭാവാർത്ഥം, തപസ് കൊണ്ട് പരിപാലിക്കുന്നു, തപസ് കൊണ്ട് സംഹരിക്കുന്നു. തപസ് തന്നെ എൻ്റെ ശക്തി. നമ്മളെ ഓരോരുത്തരുടെയും ശക്തി അവരവരുടെ അനുഷ്ഠാനം കൊണ്ടുണ്ടാവണതാണ്. നിത്യാഭ്യാസി ആനയെടുക്കും, അതായത് ആനയെ എന്നൊരു മഹത്വചനുണ്ട്. എത്ര ചെറിയ കുട്ടി ഇല്ലേ? അപ്പോൾ ആന സ്വന്തം ചട്ടത്തിൽ നിൽക്കാൻ തുടങ്ങിയാൽ അത് എത്ര പ്രായം അതൊരു പരിധിയല്ല. അപ്പോൾ തപസ് തന്നെ എൻ്റെ ശക്തി. ആ തപസ്സോ ആചരിപ്പാൻ വളരെ പ്രയാസമുള്ളതാകുന്നു. പറയുന്ന കൂട്ടത്തിൽ അത്ര എളുപ്പമല്ല. അതിനെന്താ കാരണം? സമയം, സന്ദർഭം ഒക്കെ ഒക്കണം. ജന്മാന്തര സുഹൃതം കൊണ്ടാണ് തപസ് അനുഷ്ഠിക്കാൻ പറ്റുന്നത്. തപസ് എന്ന് പറഞ്ഞാൽ മിണ്ടാതെ കൊണ്ട് ഇരിക്കുക നല്ലതല്ല കേട്ടോ. ഏത് വിപരീത സാഹചര്യത്തിലും അനുഷ്ഠാനങ്ങളെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബ്രഹ്മോവാച, അടുത്ത ശ്ലോകം 24. ഭഗവൻ സർവഭൂതാനാം, അവിടെ ഇമ്പോർട്ടൻ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഭഗവൻ സർവഭൂതാനാം അധ്യക്ഷോ അവസ്ഥിതോ ഗുഹാം വേദ ഹ്യപ്രതിരുദ്ധേന പ്രജ്ഞാനേന ചികീർഷിതം. ഭഗവൻ സർവഭൂതാനാം അധ്യക്ഷോ അവസ്ഥിതോ ഗുഹാം വേദ പ്രതിരുദ്ധേന പ്രജ്ഞാനേന ചികീർഷിതം. അപ്പോൾ ഈ ഒരു ശ്ലോകം ഭാഗവതത്തിൻ്റെ ഒരു ബേസാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? സർവഭൂതാനാം അധ്യക്ഷോ, എല്ലാ ജീവജാലങ്ങളുടെയും അധ്യക്ഷൻ അദ്ദേഹമാണെന്ന് അർത്ഥം. ഇത് ഇല്ലാണ്ട് ഭാഗവതത്തിന് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അല്ലയോ ജ്ഞാനമൂർത്തേ, ആരേനെയാണ് പറയുന്നത്? ബ്രഹ്മാവ് ഭഗവാനെ അഭിസംബോധന ചെയ്യണോ. ഹേ അല്ലയോ ജ്ഞാനമൂർത്തേ, ജ്ഞാനം മൂർത്തീഭവിച്ചതാണ്, സ്നേഹം മൂർത്തീഭവിച്ച പ്രേമസ്വരൂപനാണ് ഭഗവാൻ. ജ്ഞാനസ്വരൂപനാണ്, കാലസ്വരൂപനാണ്. ജ്ഞാനസ്വരൂപൻ എന്നവിടെ സർവപ്രാണികളുടെ ഹൃദയമാകുന്ന ഗുഹയെ അധിവസിക്കുന്നവനും. ഇതാണ് ഒരു ആചാര്യൻ ഒരു സപ്താഹത്തിൽ ഈ ഒരു ശ്ലോകം വിടരുത്. വേറെ എന്ത് കഥ വേണമെങ്കിൽ പറഞ്ഞോട്ടെ, ഇത് പറഞ്ഞ് മനസ്സിലാക്കിയാൽ ബാക്കി കഥകൾക്ക് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. പ്രശ്നയോ? അപ്പോൾ അധിവസിക്കുന്നവനും സർവേന്ദ്രിയ വൃത്തികളെ നിയന്ത്രിക്കുന്നവനും കാണുന്നവനുമായ നിന്തിരുവടി തടസ്സമില്ലാത്തതായ അറിവിനാൽ
ചെയ്യുവാൻ ഇച്ഛിക്കുന്നതിനെ അറിയുന്നു നിശ്ചയം. നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം എന്നുള്ളത് ഭഗവാൻ അറിയാം. അപ്പോൾ ഈ ഒരു ശ്ലോകം അതായത് പിന്നെ പേജ് നമ്പറിൽ എന്താണ് പറയുക 633, അതിവിടെ എടുത്തു വയ്ക്കാം. പേജ് 633 ശ്ലോകം നമ്പർ 24. അത് പ്രത്യേകം മനസ്സിലാക്കണം. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥം പറയുന്നുണ്ട്. എന്താ അത്? ഹേ ഭഗവൻ, അങ്ങ് സർവഭൂതങ്ങളുടെ ഹൃദയമാകുന്ന ഗുഹയിൽ അധിവസിക്കുന്ന സർവന്തര്യാമിയാകുന്നു. ഇതാണ് പ്രസ്താവന. അങ്ങയുടെ ജ്ഞാനത്തിന് അവിദ്യാദികളുടെ തടസ്സമില്ല. നമുക്കാണെങ്കിൽ അവിദ്യ ഉള്ളേനും. ഞാൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് നിന്തിരുവടി അറിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നു. പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസാണ്. ഏതൊരുവൻ്റെ വിചാരവും അങ്ങ് അറിയുന്നുണ്ട്. ആരെ അടിക്കണം, ആരെ അടിച്ച് മലർത്തണം, പറഞ്ഞ പ്രശ്നമുണ്ടോ? അപ്പോൾ അറിയുന്നുണ്ട്. എങ്കിലും വരം വരിപ്പാൻ പറഞ്ഞതിനെ ഞാൻ ആദരിച്ചു കൊള്ളുന്നു. അതായത് വരം എന്താണെങ്കിൽ ചോദിച്ചോളൂ എന്ന് പറഞ്ഞല്ലോ, അതിനെ ഞാൻ ബഹുമാനിക്കണം, ഞാൻ ആദരിക്കണം. അടുത്ത ശ്ലോകം 25. തഥാഭിനാഥാം ആനസ്യ നാഥ നാഥായ നാഥിതം പരാവരേ യഥാരൂപേ ജാനീയാം തേ ത്വരൂപിണാം. തഥാഭിനാഥാം ആനസ്യാം നാഥമാനസ്യ അവിടെ നാഥമാനസ്യ തന്നെ കേട്ടോ. നാഥമാനസ്യ നാഥാനാഥായ നാഥിതം പരാവരേ യഥാരൂപേ ജാനീയാം തേ ത്വരൂപിണാം. ഹേ സ്വാമിൻ, യാചിക്കുന്ന എൻ്റെ പ്രാർത്ഥനയെ ദാനം ചെയ്താലും, എൻ്റെ പ്രാർത്ഥനയെ ദാനം ചെയ്താലും, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അവിടെ പ്രാപിക്കാന്നാണ്. രൂപമില്ലാതിരിക്കുന്ന അങ്ങയുടെ, ഇത് ആചാര്യൻ വിടരുത്, രൂപമില്ല. പിന്നെ ഈ ഫോട്ടോയിൽ പൂവിട്ട് മൂടുക, അത് സ്വധാമപ്രാപ്തി, ഉടനെ കൈകൊണ്ട് കഴുത്ത് വരെ താഴ്ത്തുക. ദശമസ്കന്ധത്തിൽ 3-ാം അധ്യായത്തിൽ ആദ്യത്തെ 8 വരി വായിക്കാൻ പറയും ആചാര്യൻ. അപ്പോൾ അവതാരമായി. അതല്ല, നമ്മുടെ ഉള്ളിൽ ഭഗവാന്റെ ചൈതന്യം നശിക്കണില്ല. അപ്പോൾ ഈ കഥകൾ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെ ശ്രേഷ്ഠമായ രീതിയിൽ ഉദ്ധാരണം ചെയ്യാൻ. അതുകൊണ്ടാണ് പറഞ്ഞത്, രൂപമില്ലാതിരിക്കുന്ന അങ്ങയുടെ സ്ഥൂല സൂക്ഷ്മരൂപങ്ങളെ ഏതു വിധമായാൽ ഞാൻ അറിയുമോ? ഏത് രൂപത്തിലായാലാണ് ഞാൻ അറിയുക എന്ന് ചോദിച്ചു. അപ്പോൾ പറയണു അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞു. എങ്കിലും ഹേ നാഥ, താപത്തോടു കൂടിയ ഞാൻ യാചിക്കുന്നതിനെ നൽകണമേ. രൂപമില്ലാതിരിക്കുന്ന നിന്തിരുവടിയുടെ സൂക്ഷ്മരൂപത്തെയും സ്ഥൂല രൂപത്തെയും ഞാൻ എങ്ങനെ അറിയുമോ? അതിനാണ് വരം തരേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ അടുത്ത ശ്ലോകം 26 പറയണു. യഥാ ആത്മമായായോഗേന നാനാശക്തിയുപബൃംഹിതം വിലുംബൻ വിസൃജൻ ഗൃണ്ണൻ ബിഭ്രതാത്മാനമാത്മനാം. അടുത്ത അത് 2 ശ്ലോകമായിട്ടാണ് വരിക കേട്ടോ. 27. ക്രീഡസ്യ അമോഘസങ്കൽപ ഊർണനാഭിര്യധോർണുദേ തഥാ തദ്വിഷയാം ദേഹി മനീഷാം മയി മാധവാം. യഥാ ആത്മമായായോഗേന നാനാശക്തിയുപബൃംഹിതം വിലുംബൻ വിസൃജൻ ഗൃണ്ണൻ ബിഭ്രതാത്മാനമാത്മനാം. ക്രീഡസ്യ അമോഘസങ്കൽപ ഊർണനാഭിര്യധോർണുദേ തഥാ തദ്വിഷയാം ദേഹി മനീഷാം മയി മാധവാം. ഈ 2 ശ്ലോകത്തിൻ്റെ വാക്കാർത്ഥം ഒന്നായിട്ട് പോവും. എങ്ങനെയത്? ഞങ്ങളുടെ അങ്ങയുടെ ഒരു
അണ്ണാറക്കണ്ണൻ ഇവിടെ ഉപദ്രവിക്കുകയാണ്. അതാണ് എൻ്റെ ശ്രദ്ധ ചിലപ്പോൾ അങ്ങോട്ട് പോണത്. സാറില്ല. അപ്പോൾ അങ്ങയുടെ ഇച്ഛാമാത്രത്താൽ സ്വരൂപം കൊണ്ട് തന്നെ സ്വരൂപത്തെ ഭരിക്കുന്നവനായിട്ട്, അതാണ് ആത്മാവ് കൊണ്ട് ആത്മാവിനറിയാം. അപ്പോൾ സ്വരൂപം കൊണ്ട് തന്നെ സ്വരൂപത്തെ ഭരിക്കുന്നവനായിട്ട് നാനാവിധ ശക്തികളിൽ വിപുലമാക്കപ്പെട്ടിരിക്കുന്ന ഇതിനെ സൃഷ്ടിക്കുന്നവനും സംരക്ഷിക്കുന്നവനും സംഹരിക്കുന്നവനുമായിട്ട് നിഷ്ഫലമാകാത്ത സങ്കല്പത്തോടു കൂടിയവനായിട്ട്. എന്താ സങ്കല്പം ചെയ്തത് അതായിത്തീരും. അപ്പം സദ്വിചാരങ്ങളെ കൊണ്ട് ഭഗവത് ദാസനാവണം എന്നാണ് വിചാരിച്ചോളൂ, കാര്യം നടന്നു. സങ്കല്പിച്ചാൽ മതി, ബാക്കി കാര്യം ഭഗവാൻ ഏറ്റു. പക്ഷേ അതിന് പകരം എനിക്ക് ലോട്ടറി അടിക്കണേ, എനിക്ക് എന്താണെന്നാ പറയാം, അതാവണം ഇതാവണം എന്നൊന്നും പറയരുത്. കാരണം അതൊക്കെ ലൗകിക, അതൊക്കെ നാശഹേതുക്കളാണ്. ഭഗവാന്റെ അടുത്ത് എത്തുമ്പോൾ നാശങ്ങളൊക്കെ നമ്മളെ ടാറ്റാ പറഞ്ഞിറങ്ങും. അതിന് മാത്രമേ ഭഗവാന് താല്പര്യമുള്ളൂ. നമ്മളെ ഭഗവാനിൽ അടുക്കുന്നുണ്ടോ? അപ്പം നിഷ്ഫലമാകാത്ത സങ്കല്പത്തോടു കൂടിയവനായിട്ട് 8 കാലി ഏതുവിധം നൂലുണ്ടാക്കുന്നുവോ, എത്ര നൂലാണിത് ഉണ്ടാക്കണത്? അപ്രകാരം നിന്തിരുവടി ക്രീഡിക്കുന്നു. ഹേ മായാധിനാഥ, അതിനെ സംബന്ധിച്ചതായ ബോധത്തെ എന്നിൽ സമർപ്പിച്ചാൽ എന്നാൽ എനിക്ക് സൃഷ്ടി കാര്യം ചെയ്യാം എന്നാണ് ബ്രഹ്മാവ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാവാർത്ഥം പറയുമ്പോൾ, വ്യർത്ഥമാകാത്ത സങ്കല്പത്തോടു കൂടിയ ഹേ മാധവ, വ്യർത്ഥമില്ല. ഭഗവാൻ വിചാരിച്ചത് നടക്കൂ, നമ്മൾ വിചാരിച്ചത് നടക്കില്ല. വ്യർത്ഥമാകാത്ത സങ്കല്പത്തോടു കൂടിയ ഹേ മാധവ, 8 കാലി എന്ന പ്രാണി തന്നിൽ നിന്ന് തന്നെ പുറപ്പെടുവിക്കുന്ന നൂൽ കൊണ്ട് വലയുണ്ടാക്കി അതിനുള്ളിൽ താൻ ഇരിക്കുന്നത് പോലെ നോക്കൂ, ഈ ഈച്ചയും പാറ്റിയും ഒക്കെ ഈ നൂലിൽ വന്ന് ആ ഒരു പശയിൽ കുടുങ്ങുകയാണ്. എന്നാൽ അത് തന്നെയാണ് 8 കാലിരിക്കുന്നത്. പക്ഷേ 8 കാലിക്ക് ആ പശ പ്രശ്നമല്ല, കാരണം അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അപ്പം നമ്മുടെ സങ്കല്പശക്തി നമ്മുടെ ഉള്ളിലാണ്. അതറിയണത് ഉള്ളിലുള്ള ബാലാഗ്ര ശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവാണ്. അപ്പോൾ അതിനുള്ളിൽ താനിരിക്കുന്നത് പോലെ നിന്തിരുവടി മായാസ്വീകാരത്താൽ നാനാശക്തിയുക്തമായ ബ്രഹ്മാദി സ്വരൂപത്തെ സ്വീകരിച്ച് നാനാശക്തിയോടുകൂടിയ ലോകത്തെ സംഗ്രഹിക്കുകയും സംഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ സൃഷ്ടിക്കുകയും സംഹരിക്കുകയും പരിപാലിക്കുകയും ചെയ്തുകൊണ്ട് കളിക്കുന്നു. വിനോദയാ ലീലയാടുന്നു എന്നാ ആപ്തവാക്യം. ആ സൂക്ഷ്മസ്ഥിതിയെ അറിവാൻ ഉപകരിക്കുന്ന ബുദ്ധിയെ എനിക്ക് നൽകണം. അപ്പോൾ ഇവിടെ സല്യൂട്ടേഷൻ എന്താ? നാമരൂപ വിവർജിത. അത് ബ്രഹ്മാവിനറിയാം. എന്നാൽ ഈ സ്ഥൂല ശരീരം എങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞു തരണമെന്നാ. നമുക്കങ്ങനെയല്ല. സ്ഥൂല ശരീരം ഫോട്ടോ പ്രതിമയാണ് നമ്മുടെ പ്രതിപാദ്യ വിഷയം. സൂക്ഷ്മമായിട്ടുള്ളത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവിടെയാണ് പരാജയം. ഇനി അടുത്ത ശ്ലോകം 28. ഭഗവൽ ശിക്ഷിതം അഹം കരവാണി ഹി അതിന്ദ്രിയാം യഹമാന പ്രജാസർഗം ബന്ധേയം യദനുഗ്രഹാത്. ഭഗവൽ ശിക്ഷിതം അഹം കരവാണി ഹി അതിന്ദ്രിയാം യഹമാന. ഈഹമാനാണ്. ന ഈഹമാന ഈഹമാനാന്ന് വരും. ന ഈഹമാന പ്രജാസർക്കം ബദ്ധേയം യദനുഗ്രഹാത്. നിന്തിരുവടിയാൽ ആജ്ഞാപിക്കപ്പെട്ട പ്രജാസൃഷ്ടിയെ മടിയില്ലാത്തവനായിട്ട് ഞാൻ ചെയ്യാം. യാതൊരു അങ്ങയുടെ അനുഗ്രഹത്താൽ പ്രജാസൃഷ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നവനാണെങ്കിലും ഞാൻ ബദ്ധനാകാതിരിക്കണം. അതായത് ഈ സൃഷ്ടിയിൽ എന്താ പറയുക, ഞാനാണ് കർമ്മം ചെയ്യണമെന്നുള്ള ബോധം എനിക്കുണ്ടാവരുത്. അങ്ങയ്ക്ക് വേണ്ടി ഞാൻ ചെയ്യണു, അത്രയേ ഉള്ളൂ. അതായിരിക്കണം ആചാര്യസ്ഥാനത്ത് ഈശ്വരൻ്റെ നിയോഗം കൊണ്ട് നമ്മൾ ഇരിക്കണോ, അത് കാര്യനിർവഹണം ചെയ്യണമെന്നല്ലാണ്ട് നമ്മൾ വിചാരിച്ചതുകൊണ്ടായില്ല.
അപ്പോൾ പദവികൾ അവിടെ ഉണ്ടായിരിക്കും. പദവികളിൽ ഇരിക്കുന്നവർ മാറിക്കൊണ്ടിരിക്കും. ഞാനിരുന്ന സ്ഥലത്ത് വേറൊരാളിരിക്കുന്നത് ശരിയല്ല എന്ന് പറയാൻ പറ്റില്ല. അതാണ് മായ. ആ മായയെ അതിജീവിക്കലാണ്. എൻ്റെ ഉള്ളിൽ ഭഗവാനുണ്ടല്ലോ, അത് മതി എനിക്ക് എന്ന്. അതിനേക്കാൾ വലിയ, അതിനെ അറിയുന്ന അറിവിനേക്കാൾ പ്രധാനമല്ല ആചാര്യസ്ഥാനം. ഇതറിഞ്ഞിട്ടാണ് എൻ്റെ ഗുരുനാഥൻ പറഞ്ഞത്, ഡോണ്ട് ബിക്കം എ പ്രൊഫഷണൽ, റിമെയിൻ ആസ് എൻ അമേച്ചർ എന്ന് പറഞ്ഞു തന്നത്. അപ്പോൾ പറഞ്ഞു, അതിൻ്റെ ഭാവാർത്ഥം, സൃഷ്ടികർമ്മം കഷ്ടമാണെന്നുള്ള വിചാരം കൊണ്ടാണ് സൂക്ഷ്മജ്ഞാനത്തെ പ്രാർത്ഥിക്കുന്നതെന്ന് വിചാരിക്കണ്ട. നിന്തിരുവടി കൽപ്പിക്കുന്ന കർമ്മത്തെ മടികൂടാതെ ചെയ്തു കൊള്ളാം. ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അതിനെ മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അതാത് ദിവസങ്ങളിൽ വരുന്ന വൈപരീത്യങ്ങളായ കാര്യങ്ങളെ കൂടി ഭഗവാന്റെ പ്രസാദമാണെന്ന് മനസ്സിലാക്കിയാൽ ആ നെഗറ്റിവിറ്റീനെ പോസിറ്റിവിറ്റി ആക്കാം. നേരെ മറിച്ച് എനിക്കിങ്ങനെയൊക്കെ വന്നില്ലേ, വരുത്തിയില്ലേ എന്ന് ചോദിച്ചാൽ അധോഗതിയായി നമുക്ക്. ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ചിട്ടൊരു ഭഗവാന്റെ ഇച്ഛയ്ക്ക് എഗെയിൻസ്റ്റായിട്ട് ഒരു ഇച്ഛാശക്തി നമുക്കുണ്ടായിട്ട് കാര്യമില്ല. പിന്നെ എന്താണ് പറയുക, സങ്കല്പശക്തി ഉണ്ടായിട്ട് കാര്യമില്ല. വളരെ വളരെ തന്മയത്വത്തോടു കൂടി ഫ്ലെക്സിബിളായിരിക്കണം നമ്മൾ. ഇന്ന് നന്നാവോ, ശരി, ഈശ്വരന് നന്ദി പറയാം. നാളെ മോശമായോ, സാരമില്ല, ഞാനത് ആക്സെപ്റ്റ് ചെയ്തോളാം. ആ ആക്സെപ്റ്റൻസിലാണ് നമ്മുടെ ഗരിമ കിടക്കുന്നത്. അപ്പോൾ പറഞ്ഞു, ഞാൻ പ്രജാസൃഷ്ടികാര്യത്തെ നടത്തുന്നവനായിരുന്നാലും നിന്തിരുവടി എനിക്ക് നൽകുന്ന ജ്ഞാനോപദേശ രൂപമായ അനുഗ്രഹത്താൽ. അപ്പം നമ്മൾക്ക് ബ്ലെസ്സിങ് എങ്ങനെയാണ് വേണ്ടത്? ജ്ഞാനോപദേശം, ഭഗവാന്റെ ജ്ഞാനോപദേശമാണ് നമുക്ക് വേണ്ടത്, അല്ലാണ്ട് സമ്പത്തല്ല. സമ്പത്ത് എന്തുകൊണ്ട് തരണില്ല എന്ന് ചോദിച്ചാൽ അത് അനുഭവിക്കാനുള്ള യോഗം നമ്മൾക്കുണ്ടാവില്ല. അല്ലെങ്കിൽ ആ സമ്പത്ത് കയ്യിൽ വന്നാൽ ഈശ്വരനോടുള്ള അടുപ്പം കമ്മിയാവും എന്നുള്ളൊരവസ്ഥ നമ്മളെ കോഷൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ജ്ഞാനോപദേശ രൂപമായ അനുഗ്രഹത്താൽ ഞാൻ കർത്താവ്, ഭോക്താവ് എന്നിങ്ങനെയുള്ള അഹങ്കാരം എന്നെ ബദ്ധനാക്കാതിരിക്കണം. ഇപ്പോൾ എല്ലാവരും ബദ്ധാവസ്ഥയിലാണ്. പ്രൊണൗൺസിയില്ലേ? അടുത്ത ശ്ലോകം 29. യാവൽ സഖാസഖ്യുരുവേശതേ കൃതാ പ്രജാവിസർഗേ വിഭജാമി ഭോജനം അവിക്ലവസ്തേ പരികർമ്മണി സ്ഥിതോ മാമേ സമുന്നദ്ധരമതോ ജമാനിനാം. യാവൽ സഖാസഖ്യുരുവേശതേ കൃതാ പ്രജാവിസർഗേ വിഭജാമി ഭോജനം അവിക്ലവസ്തേ പരികർമ്മണി സ്ഥിതോ മാമേ സമുന്നദ്ധരമതോ ജമാനിനാം. എന്താ അതിനർത്ഥം പറയാം? ഈശ്വര ഏതുവരെ സ്നേഹിതനെന്ന പോലെ നിന്തിരുവടിയാൽ സൽക്കരിക്കപ്പെട്ട ഞാൻ വ്യാകുലതാരഹിതനായിട്ട്, വ്യാകുലതകൾ ഇല്ലാണ്ടിരിക്കണം. വ്യാകുലതയ്ക്ക് അടിമപ്പെട്ടിട്ട് ഈശ്വരോപാസന ചെയ്യാൻ പറ്റില്ല. ജീവിതം മുന്നോട്ട് പോവില്ല, ബ്രേക്ക് ഡൗൺ ആവും. വ്യാകുലതാരഹിതനായിട്ട്, അത് അണ്ടർലൈൻ ചെയ്യണം. വ്യാകുലതാരഹിതനായിട്ട് അങ്ങയുടെ സേവയിൽ, അതാണ് ഭഗവത് സേവയിൽ നിരന്തരം ജോഷ് വേണം. എത്ര ആൾ കാണും, റീച്ച് ആകുമെന്ന് നോക്കണ്ട. നമ്മളിത് ചെയ്തുകൊണ്ടേയിരിക്കാം. അന്ന് കടന്നുറക്കം വരണം, വേണ്ടേ? കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം തരുന്നത് ഈശ്വരനല്ലോ. അപ്പോൾ സേവയിൽ അതുവരെ പ്രജാസൃഷ്ടിയിൽ ഭോജനത്തെ വിഭാഗിക്കുന്നേൻ അജനെന്നഭിമാനിക്കുന്ന എനിക്ക് ഉത്കടമായ അഹങ്കാരം ഉണ്ടാകരുതേ. അഹങ്കാരമുണ്ടായാൽ എല്ലാം നശിച്ചു, നമ്മൾ സ്വയം നശിച്ചു.
അപ്പോൾ ഈശ്വരൻ എനിക്ക് സ്വാധീനനാണ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആരോടും കുതിര കയറരുത്. ഞാൻ നമ്രശിരസ്സനായിട്ട് ഭഗവത് പാതാരവിന്ദങ്ങളെ സദാ സേവിക്കുക, അത്ര എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം, ഇനി മറ്റൊരു വരം കൂടി പ്രാർത്ഥിക്കുന്നു. അതെന്തെന്നാൽ, ഹേ ദേവാ, എനിക്ക് അഹങ്കാരം ഉണ്ടാകാതിരിപ്പാൻ അനുഗ്രഹിക്കണം. അഹങ്കാരം ഉണ്ടാകാതിരിപ്പാൻ അനുഗ്രഹിക്കണം. എത്ര ആൾ സത്യം പറയൂ, ഭഗവാന്റെ അടുത്ത് പോയിട്ട് വിളക്ക് കൊടുത്തിട്ട് എനിക്ക് അഹങ്കാരം ഉണ്ടാവരുതെന്ന് എത്ര ആൾ പ്രാർത്ഥിക്കുന്നുണ്ട്? നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഞാൻ നിങ്ങൾക്ക് എൻ്റെ പാദ നമസ്കാരം. കാരണം എന്താ? നിങ്ങൾ ശരിയായ ഭക്തനാണ്. ശരിയായ ഭക്തനെ നമുക്ക് നമസ്കരിക്കാണ്ടിരിക്കാൻ പറ്റില്ല. മനസ്സുകൊണ്ട് മതി, അവരറിയാണ്ട് നമുക്ക് നമസ്കരിക്കാം. അങ്ങയുടെ സേവാരൂപമായ സൃഷ്ടി വിഷയത്തിൽ ഞാൻ പ്രജകളെ ഉത്തമ മധ്യമ ഭേദത്തോടുകൂടെയും ഭോജനം ഭോഗ്യം എന്ന ഭേദത്തോടുകൂടെയും വിഭജിച്ചു കൊള്ളാം. അതിനുള്ള ശക്തി ഇപ്പോൾ നിന്തുരുവടി ഒരു സഖ മറ്റൊരു സ്നേഹിതനെ സൽക്കരിക്കുന്ന മട്ടിൽ കരഗ്രഹണാദികളെ കൊണ്ട് എനിക്കായിട്ട് ചെയ്ത സൽക്കാരത്തിൽ നിന്നുണ്ടായി. അതായത് അങ്ങ് എന്നെ ഒരു ഭക്തനാന്ന് കരുതിയല്ലോ, അത് മതി. അതിനാൽ ഞാൻ ചെയ്യുന്ന സൃഷ്ടിയാദി വ്യാപാരം നിന്തിരുവടിക്കായി കൊണ്ട് ചെയ്യേണ്ടതായ പരിചര്യ മാത്രമാകുന്നു. ശമ്പളമില്ലാത്ത ജോലിയാണ്, ആത്മാർത്ഥതയോടുകൂടി ചെയ്യണം. ശമ്പളമില്ലാത്ത ജോലി ആത്മാർത്ഥതയോടുകൂടി ചെയ്യണം. പറഞ്ഞ വിഷയം, ഞാൻ അജൻ, സൃഷ്ടികർത്താവ് എന്നിങ്ങനെയുള്ള അഹംഭാവം എന്നെ ബാധിക്കാതിരിക്കാൻ അനുഗ്രഹിക്കണമേ. 3 പ്രാവശ്യം കേട്ടോ. ശ്രീ ഭഗവാനുവാച. ഇത്രയും കേട്ടപ്പോൾ ഭഗവാൻ അതിന് മറുപടി പറയാണ്. 30-ാമത്തെ ശ്ലോകം. ജ്ഞാനം പരമഗുഹ്യം മേ യത് വിജ്ഞാനസമന്യുതം സരഹസ്യം തദംഗം ചാഗ്രഹാണഗതിതം മയാം. ജ്ഞാനം പരമഗുഹ്യം മേ യത് വിജ്ഞാനസമന്യുതം സരഹസ്യം തദംഗം ചാഗ്രഹാണഗതിതം മയാം. അത്യന്തം രഹസ്യമായ എന്നെക്കുറിച്ചുള്ള അറിവും ഭഗവാനെക്കുറിച്ചുള്ള അറിവ് അത്യന്തം രഹസ്യമാണ്. അതങ്ങനെ പരസ്യമായിട്ട് പറയാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിങ്ങനെ തെങ്ങിൻ്റെ മുകളിൽ മയക്ക വെച്ചിട്ടല്ല, കിലോമീറ്റേഴ്സ് ടുഗദർ ബോക്സ് വെച്ചിട്ട് ചെയ്യേണ്ടതല്ല. ആവശ്യക്കാരെ മുഖത്തോട് മുഖിയിരിക്കണം. നമ്മൾ പറയണത് ശരിയാവണം, അതിൽ ശങ്ക വരാൻ പാടില്ല കേൾക്കണവന്. ആചാര്യൻ്റെ പ്രസ്താവനയെ ചോദ്യം ചെയ്യാൻ പാടില്ല. അതിന് ആചാര്യൻ ആദ്യം ഇത് ഗ്രഹിക്കണം, ഭാഗവതം വായിച്ച് പഠിച്ചിട്ടുണ്ടാവണം. അപ്പോൾ അത്യന്തം രഹസ്യമായ എന്നെക്കുറിച്ചുള്ള അറിവും യാതൊന്നിൻ്റെ അനുഭവത്തോട് ചേർന്നതായ, ഈ എല്ലാവരും ചിലപ്പോൾ നന്നായിട്ട് ഭംഗിയായിട്ട് വായിക്കാൻ സാധിക്കും, കഥയും പറയും, അനുഭവം ഉണ്ടാവില്ല, അത് ചീറ്റിപ്പോവും. അനുഭവമില്ലാത്ത ജീവിതം കൺവിൻസ് ചെയ്യാൻ പറ്റില്ല വേറൊരാളെ. എനിക്ക് കൺവിൻസ്ഡ് ആവാണ്ട് ഞാൻ എങ്ങനെ നിങ്ങളെ കൺവിൻസ് ചെയ്യുക? അപ്പോൾ രഹസ്യസഹിതമായ അതിൻ്റെ അംഗവും എന്നാൽ പറയപ്പെടുന്നതിനെ ഗ്രഹിച്ചാലും, ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ച് കേട്ടോളൂ ബ്രഹ്മാവേ എന്ന് ഭഗവാൻ പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം, പരമരഹസ്യമായിരിക്കുന്നതും അനുഭവത്തോടു കൂടിയതും അനുഭവത്തിന് സാധനമായിരിക്കുന്ന ഭക്തിയോടു കൂടിയതുമായ ജ്ഞാനത്തെയും, ഈശ്വരാനുഭവം ഈശ്വരാനുഭൂതി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഇവിടെ പറയണ്ടേ, ഭക്തിയോട് കൂടിയതുമായ ജ്ഞാനം, ഭക്തിയോട് കൂടിയതുമായ ജ്ഞാനത്തെയും അതിൻ്റെ സാധനങ്ങളെയും ഞാൻ പറയുന്നതിനെ എങ്ങനെ കേൾക്കണം? സാവധാനം. അപ്പോൾ സാവധാനം കേൾക്കണമെങ്കിൽ പറയുന്ന ആളെങ്ങനെ പറയണം? സാവധാനം പറയണം. അവിടെ തീപ്പൊരി പ്രസംഗം ആയിട്ട് യാതൊരു കാര്യമില്ല. എന്താണെന്ന് പറയുക, മധ്യമസ്വരത്തിലെ പ്രഭാഷണം ചെയ്യാവൂ. വായനത്. 31-ാമത്തെ ശ്ലോകം. യാവാൻ അഹം യഥാഭാവോ യത് രൂപഗുണകർമ്മകാം തദൈവ തത്വവിജ്ഞാനം അസ്തു തേ മദനുഗ്രഹാത്.
യാവാനഹം യാവത് അഹം യാവാൻ അഹം എന്നാണ് യാവാനഹം യാവാൻ അഹം യഥാഭാവോ യദ്രൂപഗുണകർമ്മണാം തഥൈവ തത്വവിജ്ഞാനം അസ്തു തേ മദനുഗ്രഹാത്. ഞാൻ എത്ര വലിപ്പമുള്ളവൻ, ഏതു വിധങ്ങളായ രൂപങ്ങളും ഗുണങ്ങളും കർമ്മങ്ങളുമുള്ളവൻ, അപ്രകാരമുള്ള സത്യജ്ഞാനം എൻ്റെ അനുഗ്രഹത്താൽ നിനക്കുണ്ടാകട്ടെ. ഭഗവാന്റെ അനുഗ്രഹമില്ലാണ്ട് നമ്മൾക്ക് ഒന്നും പറയാൻ പറ്റില്ല. അതിൻ്റെ ഭാവാർത്ഥം പറയണോ? ഞാൻ ഏതുവിധമായ സ്വരൂപമുള്ളവൻ, എന്നിങ്ങനെ ഇരിക്കുന്നവൻ, ഏതുവിധ രൂപഗുണകർമ്മങ്ങളുള്ളവൻ എന്നുള്ള തത്വജ്ഞാനം എൻ്റെ അനുഗ്രഹം നിമിത്തം നിനക്ക് ഉണ്ടാകട്ടെ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. അതെന്താ എന്ന് ചോദിച്ചാൽ ഭഗവാന്റെ ഉപദേശ പരമശയിലെ. അപ്പോൾ പറയണു, അഹം ഏവാസം ഏവാഗ്രേ ന അന്യദ്യൽ സദസത്പരം പശ്ചാദഹം യദേതശ്ച യോ അവശിഷ്യേത സോ അസ്മ്യഹം. അഹം ഏവാസമേവാഗ്രേ ന അന്യദ്യത് സദസത്പരം പശ്ചാദഹം യദേതശ്ച യോ അവശിഷ്യേത സോ അസ്മ്യഹം. അതിൻ്റെ വാക്കാർത്ഥം പറയാം. സൃഷ്ടിക്ക് മുമ്പ് കാര്യകാരണങ്ങളിൽ നിന്ന് അന്യമായത് യാതൊന്നോ അത് ഞാൻ തന്നെയായിരുന്നു സൃഷ്ടിക്ക് മുമ്പ്. മറ്റൊന്നില്ല. അനന്തരം ഇത് യാതൊന്നോ അതും ഞാൻ. യാതൊരുവൻ അവശേഷിക്കുമോ അവനും ഞാനാകുന്നു. ഉണ്ടായിരുന്നവൻ ഞാനാണ്, ഇപ്പോൾ ഉള്ളത് ഞാനാണ്, ഇനി ഉണ്ടാവാൻ പോണത് ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിസ്ഥിതി സംഹാരം ഭഗവാനാണെന്നർത്ഥം. അപ്പം ഇവിടെ 30-31 ശ്ലോകങ്ങൾ ഭഗവാൻ പറഞ്ഞതുണ്ട്. മേൽപ്പറഞ്ഞ 2 പദ്യങ്ങളെ കൊണ്ട് ആശീർവാദം ചെയ്തതിൻ്റെ ശേഷം ഇനിമേൽ കാണുന്ന 4 ശ്ലോകങ്ങൾ കൊണ്ട് ഉപദേശിക്കുന്നു. ഈ ചതുശ്ലോകി ഭാഗവതം എന്ന് പറഞ്ഞത് ഇതാണ്. ഏത്? 32, 33, 34, 35. ദ്വിതീയ സ്കന്ധത്തിൽ 9-ാം അധ്യായത്തിൽ 32 മുതൽ 35 കൂടി ഉള്ളതാണ് ചതുശ്ലോകി ഭാഗവതം. അപ്പോൾ പറഞ്ഞു. അപ്പോൾ ഇതിൽ ഒന്ന് ഇന്നിപ്പോൾ നമ്മൾ പറയുള്ളൂ, ബാക്കി 3 അടുത്ത എപ്പിസോഡിൽ പറയാം. അപ്പോൾ പറഞ്ഞു, സൃഷ്ടിക്ക് മുമ്പ് കാര്യകാരണങ്ങളിൽ നിന്ന് അന്യമായത് യാതൊന്നോ അത് ഞാൻ തന്നെയായിരുന്നു, മറ്റൊന്നില്ല. അനന്തരം ഇത് യാതൊന്നോ അതും ഞാൻ. യാതൊരുവൻ അവശേഷിക്കുമോ അവനും ഞാനാകുന്നു എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥമുണ്ട്, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോൾ പറഞ്ഞു, അതെ, ഇനിമേൽ കാണുന്ന 4 ശ്ലോകങ്ങളെ കൊണ്ട് ഉപദേശിക്കുന്നു. ചതുശ്ലോകി ഭാഗവതം എന്ന് പറയുന്നത് ഈ 4 ശ്ലോകങ്ങൾ തന്നെയാണ്. പരമശയം സൃഷ്ടിക്ക് മുമ്പിൽ ഞാൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. സ്ഥൂലമായും സൂക്ഷ്മമായും അതുകളുടെ കാരണമായ പ്രധാനമായും ഇരുന്ന വസ്തു എന്നിൽ തന്നെ ലയിച്ചിരുന്നതിനാൽ എന്നെ കൂടാതെ
അന്യമായ കാരണമോ കാര്യമോ ഉണ്ടായിരുന്നില്ല. ഞാനാകട്ടെ അപ്പോൾ ഇരുന്നിരുന്നു എന്ന് മാത്രമല്ലാതെ ഒരു പ്രവൃത്തിയും ചെയ്തിട്ടുമില്ല. സൃഷ്ടിക്കു ശേഷവും ഞാൻ തന്നെയുള്ളൂ. ഈ ലോകരൂപമായിട്ട് കാണപ്പെടുന്നത് യാതൊന്നോ അതും ഞാൻ തന്നെ. പ്രളയത്തിന് ശേഷം അവശേഷിക്കുന്നത് യാതൊന്നോ അതും ഞാൻ തന്നെ. ഇതുകൊണ്ട് സിദ്ധിക്കുന്നത് എന്തെന്നാൽ എനിക്ക് ആദിയും അന്തവുമില്ല. എനിക്ക് തുടക്കമില്ല അവസാനമില്ല എന്ന് പറഞ്ഞാൽ ആത്മാവിന്. ആ ആത്മാവാണ് ഞാൻ. പിന്നെ എന്തിനാ ഞാൻ പരിതപിക്കണത്? ഞാൻ ആരെ പറ്റിയിട്ടാണ് പരിഭവിക്കേണ്ടത്? എൻ്റെ ഉറ്റവരെ ഉടയവരെ ആയിക്കോട്ടെ, അവരിലൊരു ആത്മാവില്ലേ? ഉണ്ടല്ലോ. അപ്പോൾ അതും അനാദിയല്ലേ? അതെ. അപ്പോൾ അവരുടെ കാര്യം ഞാനെന്തിനാണ് നോക്കണത്? വേണ്ട. പക്ഷേ ലൗകിക ജീവിതത്തിൽ അച്ഛൻ, അമ്മ, അച്ഛൻ, ഗുരു അവർ പ്രധാന. അവരുടെ അനുഗ്രഹാശിസ്സുകൾ കൊണ്ടാണ് ഈശ്വര സാക്ഷാത്കാരം നടക്കുക നമുക്ക്. പരമശയമുണ്ടോ? അതുകൊണ്ട് പറഞ്ഞു, പ്രളയത്തിന് ശേഷം അവശേഷിക്കുന്ന യാതൊന്നോ അത് ഞാൻ തന്നെ. ഇതുകൊണ്ട് സിദ്ധിക്കുന്നത് എന്തെന്നാൽ എനിക്ക് ആദിയും അന്തവുമില്ല. എന്നെ കൂടാതെ അന്യമായിട്ട് യാതൊന്നുമില്ല. അതിനാൽ ഞാൻ ത്രികാലവ്യാപിയായ പരിപൂർണൻ എന്ന് സാരം. ഈ ഞാൻ എന്ന് പറഞ്ഞത് എൻ്റെ ആത്മാവ്, ബ്രഹ്മം. ഞാൻ ബ്രഹ്മസ്വരൂപനാണെന്ന് പറയാൻ കാരണം എന്താണ്? ഞാൻ ഈ ശരീരത്തെ എന്നിൽ ഈ ബ്രഹ്മം കയറുന്നതിന് മുമ്പേ ആ ബ്രഹ്മമുണ്ട്. ഈ ശരീരം ഉണ്ടായിട്ടുള്ളൂ. അത് നിലനിൽക്കണു, അത് പോവുകയും ചെയ്യും. അപ്പോഴും ബ്രഹ്മം ബാക്കിയാണ്. ഈ ഒരു അവസ്ഥ ചതുശ്ലോകി ഭാഗവതത്തിൻ്റെ ഒരു എന്താണെന്നാ പറയാം, ഒരു ഗമ. അത് മനസ്സിലാക്കിയാൽ ഒരുത്തരെയും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഭഗവാൻ നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ ആരെന്ത് ചെയ്യും? പറയൂ. ഇത്രയും ഗഹനമായിട്ടുള്ളൊരു കാര്യമാണ് ഭാഗവതം എന്നുള്ളത് പലവരും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അവിടെയാണ് പ്രശ്നം മുഴുവൻ. അതിലെനിക്ക് ഒരുപാട് വിഷമമുണ്ട്. കാരണം എന്താ വിചാരിച്ചാൽ, ഏതിനെ അറിഞ്ഞാൽ ബാക്കിയെല്ലാം അറിയും, അതിനെ നമ്മൾ അറിയണില്ല. നാരായണീയത്തിലെ പ്രതിപാദ്യ വിഷയം എന്നെ രോഗവിമുക്തനാക്കണം എന്നാണ്. അപ്പോൾ അതൊരു കണ്ടൻസ്ഡ് വേർഷൻ ഉള്ളത് തത്വശാസ്ത്രത്തിലല്ല, കഥ അത്രയേ ഉള്ളൂ. പക്ഷെ ഭാഗവതോ ഓരോ അധ്യായം പറയുമ്പോൾ എന്താ പറഞ്ഞത്? ഇത് കേൾക്കുന്നവനും പറയുന്നവനും മോക്ഷം കിട്ടും എന്നാണ്. അപ്പം നിങ്ങൾ ഇല്ലാത്ത വാതരോഗം മാറ്റണം എന്ന് പറയുമ്പോൾ നമുക്ക് വാതരോഗം വരും എന്നുള്ളത് ഉറപ്പായി. മാറ്റണം നിങ്ങൾ പറഞ്ഞാൽ. പക്ഷെ ഇവിടെ രോഗത്തിൻ്റെ സ്ഥിതി അല്ല പറഞ്ഞത്. ഈ ഏറ്റവും വലിയ രോഗം എന്താ? ഭവസാഗര. ആ ഭവസാഗരം തുടങ്ങുന്നത് എവിടുന്നാ? ജനനം കൊണ്ടാണ്. ആ ജനനത്തിനെ നിരാകരിക്കലാണ് മോക്ഷത്തിൻ്റെ ഉദ്ദേശം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. നമസ്കാരം. നാളെ കാണാം.